ചോദിക്കുന്നവർക്ക് കട പറഞ്ഞല്ലേ അതുകൊണ്ടല്ലേ വരാത്തത്, ചോദിക്കുന്നവർക്കല്ലേ വരാത്തത് വെച്ചാൽ ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ് സ്പീച്ച് വർഗീസ്. ഇത് 2025 എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ്. ആദ്യമായിട്ട് ഫിലിം കണ്ട എൻ്റെ ഒരു റിവ്യൂവും കൂടെയാണ്. യെസ്, ഐഡൻറ്റിറ്റി, ടോവിനോ തോമസ് നായകനായിട്ടുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമയാണ്. ഓക്കെ, അഖിലും അനസും ഈ രണ്ട് സംവിധായകർ ഒരുമിച്ചാണ് ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നല്ല എക്സിക്യൂട്ടീവായി നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പും രാഗം മൂവീസും ഗോകുലം ഗോപാലനുമാണ് ഈ ചിത്രം നിർമ്മിച്ചേക്കുന്നത്. ഓക്കെ, നല്ല രീതി. പിന്നെ ഇതിൻ്റെ ഒരു മൈനസ് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. അനാവശ്യമായിട്ട് ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ കിട്ടി. ഫെഡറൽ ബാങ്കിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെയും ചെറിയ പരസ്യങ്ങളൊക്കെ അത് നോട്ട് ചെയ്താൽ മനസ്സിലാവും. അത് വിട്ട് ഈ രണ്ടെണ്ണം ഒഴിച്ച് കിട്ടുമെങ്കിലും പടം പക്കാ നീറ്റാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് ചില ഹോളിവുഡ് ഫിലിമുകളിലൊക്കെ കാണുന്ന എന്താ പറയുക, ഫ്ലൈറ്റിലുണ്ടാകുന്ന സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മലയാളം എനിക്കൊന്ന് മോളിവുഡ് ആദ്യമായിട്ടാണ് തോന്നുന്നു ഫ്ലൈറ്റിലുണ്ടാകുന്ന സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത്. സ്പെഷ്യലി എനിക്കതിൻ്റെ VFX ക്ലൈമാക്സിനോട് അടുക്കുന്ന VFX കാര്യങ്ങളൊക്കെ പക്ക നീറ്റായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കാർ സ്റ്റണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഒരു നല്ല രീതി എക്സിക്യൂട്ടീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോകുലം മൂവീസാണ് ഇത് എടുത്തേക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വലിയ കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഗോകുലം മൂവീസിൻ്റെ ഏകദേശം ഈ പറഞ്ഞ പഴശ്ശിരാജ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാം വമ്പൻ ദുരന്തങ്ങളായിരുന്നു, അല്ലെ വമ്പ പരാജയങ്ങളായിരുന്നു. മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കൂടി. പക്ഷേ ഈ സിനിമ എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞേക്കാം. എനിക്ക് ഒന്നും കിട്ടാനും പോകുന്നില്ല. കായംകുളം SP സിനിമാസിലാണ് ഞാൻ ഈ ചിത്രം കണ്ടത്. നൈറ്റ് ഷോ ആയിരുന്നു. ഏതായാലും 2025 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പായി. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിൻ വർഗീസ് ഫ്രം ടി ബ്ലോഗ്സ് സൈനിങ് ഔട്ട്. ഒരു കാര്യം എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. OTT വന്നിട്ട് കണ്ടിട്ട് കാര്യമില്ല. നല്ലൊരു ഫിലിമാണ്. പ്രത്യേകിച്ച് ആക്ഷൻ, മിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. ഓക്കെ.